നമസ്കാരം. ഇന്ന് സംഭവിച്ചത് ആരംഭിക്കുകയാണ്. ഞാൻ പ്രജിൻ സി കണ്ണൻ. തിരുവനന്തപുരം വെട്ട് റോഡിൽ കുടിവെള്ള പൈപ്പ് പൊട്ടി ട്രാൻസ്ഫോമർ റോഡിലേക്ക് വീണു. ദേശീയപാത നിർമ്മാണത്തിന്റെ ഭാഗമായി സ്ഥാപിച്ച ട്രാൻസ്ഫോമറാണ് റോഡിലേക്ക് മറിഞ്ഞു വീണത്. ഒരു വരിയായാണ് നിലവിൽ വാഹനങ്ങൾ അതുവഴി കടത്തിവിടുന്നത്. അഖിൽ ഷാ അൻസാർ നൽകും തിരുവനന്തപുരത്ത് നിന്ന് ഏറ്റവും പുതിയ വിവരങ്ങൾ. അഖിൽ ഷാ, ഈ ട്രാൻസ്ഫോമർ റോഡിലേക്ക് മറിഞ്ഞു വീണത് എപ്പോഴാണ്? ഈ ഗതാഗത തടസ്സം ഇപ്പോൾ ആ മേഖലയിൽ ഉണ്ടോ? എന്തെങ്കിലും അപകടങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ? പ്രജിൻ, ഇന്ന് രാവിലെ 9 മണിയോടുകൂടിയാണ് തിരുവനന്തപുരം കഴക്കൂട്ടം വെട്ട് റോഡ് ഇത്തരത്തിലൊരു ട്രാൻസ്ഫോമർ റോഡിലേക്ക് മറിഞ്ഞു വീഴുന്നത്. വലിയൊരു അപകടം തന്നെ ഒഴിവായി എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം നിരന്തരമായി വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നൊരു റോഡാണ്. ഈ ദേശീയപാത 66-ന്റെ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നതുകൊണ്ട് തന്നെ കുറച്ചധികം തിരക്കും അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ ആ സമയത്ത് വാഹനങ്ങളൊന്നും ഈ ട്രാൻസ്ഫോമറിന് മുന്നിൽ പെടാത്തത് കൊണ്ടാണ് വലിയൊരു അപകടത്തിൽ നിന്ന് ഒഴിവായെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്ക് നേരത്തെ വ്യക്തമാക്കിയതുപോലെ തന്നെ ഈ ജല അതോറിറ്റിയുടെ ഒരു പൈപ്പ് ലൈൻ അവിടെ സ്ഥാപിച്ചിരുന്നു. അത് ഇന്നാണ് പ്രവർത്തനം ആരംഭിച്ചത്. പക്ഷേ ആ പൈപ്പ് പൊട്ടി ഈ വെള്ളം മണ്ണിലേക്ക് ഇറങ്ങിയാണ് ഈ ഗതാഗത തടസ്സമുണ്ടാവുകയും പിന്നാലെ ഈ പോസ്റ്റ് ഈ ട്രാൻസ്ഫോമർ റോഡിലേക്ക് മറിയുകയും ചെയ്തത്. ഈ മണ്ണിൽ താഴ്ത്തി വെച്ചിരിക്കുകയായിരുന്നു ട്രാൻസ്ഫോമർ എന്നാണ് നാട്ടുകാർ ഉൾപ്പെടെ പറയുന്നത്. അത്തരത്തിൽ വെള്ളം മണ്ണിലേക്ക് ചെന്നപ്പോൾ ഇത് മറിഞ്ഞു വീഴുകയായിരുന്നു. ആദ്യഘട്ടത്തിൽ വലിയ ഗതാഗത തടസ്സം അത് ഈ കഴക്കൂട്ടം മുതൽ അത് പള്ളിപ്പുറം വരെ നീണ്ടു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പിന്നാലെ ഒരു വശത്തോടുകൂടി ഈ വാഹനങ്ങളെ വിടാൻ തുടങ്ങി. നിലവിൽ ഈ ട്രാൻസ്ഫോമർ റോഡിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്, ഗതാഗതം പുനഃസ്ഥാപിച്ചിട്ടുമുണ്ട്. ശരി, അഖിൽ ഷാൻസറാണ് വിവരങ്ങൾ നൽകിയത്. മദ്യനയ അഴിമതി കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കസ്റ്റഡിയിൽ കഴിയുമ്പോഴും ഭരണനിർവഹണം തുടർന്ന് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ജലവിഭവ വകുപ്പുമായി ബന്ധപ്പെട്ട ഉത്തരവ് ജയിലിൽ നിന്ന് പുറത്തിറക്കി. ജലക്ഷാമം നേരിടുന്ന പ്രദേശങ്ങളിൽ കുടിവെള്ളം എത്തിക്കാനാണ് മുഖ്യമന്ത്രി നിർദ്ദേശിച്ചതെന്ന് മന്ത്രി അതിഷി വ്യക്തമാക്കി. देखिए, मुख्यमंत्री के तौर पर अरविंद केजरीवाल जी लगातार मंत्रियों के कामों का रिव्यू करते हैं, उनको आदेश देते हैं. हमें कभी सुबह फ़ोन पे कॉल करते थे, कभी व्हाट्सएप पे आदेश देते थे. हर विभाग के काम पर वो एक क्लोज सुपरविजन हमेशा बतौर मुख्यमंत्री रखते आए, क्योंकि अब वो केंद्र सरकार की हिरासत में है. वहाँ से भी उन्होंने पूरी निगरानी रखी हुई है. और क्योंकि पानी की समस्या गर्मियों में एक बड़ी समस्या हो सकती है. അറസ്റ്റിനെതിരെ ആം ആദ്മി പാർട്ടി പ്രവർത്തകർ ഇന്നും ഡൽഹി ITOയിൽ പ്രതിഷേധിച്ചു. ഡൽഹിയിൽ ആം ആദ്മി പാർട്ടിയുടെ സുപ്രധാന യോഗം ഇപ്പോൾ ചേരുകയാണ്. ഉച്ചയ്ക്ക് 1 മണിക്ക് ഇന്ത്യ മുന്നണി നേതാക്കൾ മാധ്യമങ്ങളെ കാണുന്നുമുണ്ട്. ബൽറാം നെടുങ്ങാടി നൽകും ഡൽഹിയിൽ നിന്നും വിവരങ്ങൾ. ബൽറാം, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കസ്റ്റഡിയിൽ കഴിയുമ്പോഴും ഇന്ന് ഒരു ഉത്തരവ് ഡൽഹി മുഖ്യമന്ത്രി പുറത്തിറക്കി എന്നുള്ളതാണ്. അത് ഏതുമായി ബന്ധപ്പെട്ടതാണ് എന്ന കാര്യം കൂടി മന്ത്രി അതിഷി മാധ്യമങ്ങളോട് വ്യക്തമാക്കുകയും ചെയ്തു. ഈ ഭരണനിർവഹണം സാധ്യമല്ല കസ്റ്റഡിയിൽ കിടന്നുകൊണ്ട് അല്ലെങ്കിൽ ജയിലിൽ കിടന്നുകൊണ്ട് എന്ന് നേരത്തെ BJP ആം ആദ്മി പാർട്ടി പ്രവർത്തകരെ ആരോപണം ഉയർത്തിയിരുന്നു. പക്ഷേ ഇപ്പോൾ ഇതാ ഉത്തരവ് ഇറക്കിയിരിക്കുന്നു. അതെങ്ങനെ സാധ്യമായി എന്നാണ് ഇപ്പോൾ ആം ആദ്മി കേന്ദ്രങ്ങൾ വിശദീകരിക്കുന്നത്. പ്രജിൻ സൂചിപ്പിച്ച പോലെ തന്നെ ജയിലിലിരുന്നു കൊണ്ട് ഭരണം സാധ്യമല്ലെന്നും ജയിലിലിരുന്ന് ഡൽഹി ഭരിക്കാനും ജനാധിപത്യത്തെ ജയിലിൽ തളയ്ക്കാനും അനുവദിക്കില്ല എന്നും BJP പ്രഖ്യാപിച്ചതിന് തൊട്ടു പിന്നാലെയാണ് അരവിന്ദ് കെജ്രിവാൾ ജയിലിൽ അല്ലെങ്കിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കസ്റ്റഡിയിൽ ഇരുന്നു കൊണ്ട് തന്നെ ഡൽഹിയിലെ ഭരണം തനിക്ക് സാധ്യമാണെന്ന് തെളിയിക്കുന്ന തരത്തിൽ ഒരു ഉത്തരവ് പുറത്തിറക്കിയിരിക്കുന്നത്. ഡൽഹി ജലവിതരണവുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഉത്തരവാണ് അദ്ദേഹം കസ്റ്റഡിയിലിരുന്ന് ഇറക്കിയിരിക്കുന്നത്. മന്ത്രി അതിഷിക്ക് നൽകിയ ഒരു കുറിപ്പിലൂടെയാണ് മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ഈ ഉത്തരവ് ഇറക്കിയിരിക്കുന്നത്. ഈ കുറിപ്പ് അതിഷി തന്നെ മാധ്യമങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചു. ഇതിൽ പ്രധാനമായും കാണിക്കുന്നത് ഡൽഹിയിലെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കരുത്, അവരുടെ ക്ഷേമം ഉറപ്പുവരുത്തണം എന്ന് മുഖ്യമന്ത്രി ഈ കുറിപ്പിൽ നിർദ്ദേശം നൽകുന്നു. പ്രധാനമായും ജലത്തിന് ക്ഷാമം അനുഭവിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ക്ഷാമം നേരിടുന്ന പ്രദേശങ്ങളിൽ കൂടുതൽ ടാങ്കറുകൾ വിന്യസിക്കണം എന്ന നിർദ്ദേശമാണ് കുറിപ്പിലൂടെ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ നൽകിയിരിക്കുന്നത്. ഈ കെജ്രിവാളിന്റെ അഭാവത്തിൽ സർക്കാരിനെ മുന്നിൽ നിന്ന് നയിക്കുന്ന അതിഷിക്കാണ് മുഖ്യമന്ത്രി ഈ കുറിപ്പ് നൽകിയിരിക്കുന്നത്. അതേസമയം കെജ്രിവാൾ അറസ്റ്റിലായ പശ്ചാത്തലത്തിൽ ഡൽഹിയിലെ തുടർ നീക്കങ്ങൾ, സർക്കാരിന്റെ നീക്കങ്ങൾ, പാർട്ടിയുടെ നീക്കങ്ങൾ അടക്കമുള്ളവ ചർച്ച ചെയ്യുന്നതിനായുള്ള നിർണായക യോഗം ആരംഭിച്ചിരിക്കുകയാണ്. അല്പസമയം മുമ്പാണ് ഡൽഹിയിൽ ഈ ആം ആദ്മി നേതാവ് സന്ദീപ് പഥക്കിന്റെ നേതൃത്വത്തിൽ ഈ യോഗം ആരംഭിച്ചത്. ഡൽഹിയിലെ ആം ആദ്മി പാർട്ടിയുടെ സുപ്രധാന നേതാക്കൾ, കൗൺസിലർമാർ, MLA മാർ എല്ലാവരും തന്നെ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. തുടർ നടപടികൾ എങ്ങനെയായിരിക്കണം, സമരപരിപാടികൾ എങ്ങനെയായിരിക്കണം, എങ്ങനെയാണ് ഭരണം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്നത് അടക്കമുള്ള കാര്യങ്ങളിലുള്ള നിർണായക തീരുമാനം ഈ യോഗത്തിന് ശേഷം ഉണ്ടാകും. അതേസമയം ഇന്ത്യ മുന്നണിയും ഈ വിഷയത്തിൽ പ്രതികരണം രംഗത്തെത്തിയിരിക്കുന്നു. ഇന്ന് ഉച്ചയ്ക്ക് 1 മണിക്ക് ഇന്ത്യ മുന്നണി കെജ്രിവാളിന്റെ അറസ്റ്റ് എന്ന വിഷയത്തിൽ വാർത്താ സമ്മേളനം വിളിച്ചിട്ടുണ്ട്. കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലബ്ബിലാണ് ഈ വാർത്താ സമ്മേളനം.
ശരി, ബൽറാം രംഗാടിയാണ് വിശദാംശങ്ങൾ നൽകിയത്. പത്തനംതിട്ട റാന്നി പ്ലാച്ചേരി ഫോറസ്റ്റ് സ്റ്റേഷനിൽ ജീവനക്കാർ നട്ടുവളർത്തിയ കഞ്ചാവ് ചെടികൾ പോലീസ് കണ്ടെത്തി. 24 വാർത്തയെ തുടർന്നായിരുന്നു പരിശോധന. ഫോറസ്റ്റ് സ്റ്റേഷന് മുൻപിൽ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം. ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസറുടെ അറിവോടെയെന്ന് ഗ്രോ ബാഗിൽ കഞ്ചാവ് വളർത്തിയതെന്ന് വകുപ്പ് തല അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. ഉദ്യോഗസ്ഥരുടെ പങ്കിനെക്കുറിച്ച് ഫോറസ്റ്റ് വാച്ചർ വെളിപ്പെടുത്തുന്ന ദൃശ്യങ്ങളും പുറത്തുവന്നു. പ്ലാച്ചേരി സ്റ്റേഷനിൽ കഞ്ചാവ് വെടി വെച്ചിട്ടുണ്ടായിരുന്നു. എവിടെ വെച്ചത്? പഴയ കെട്ടിടത്തിൻ്റെ പുറകിൽ. എത്ര ചെടി വെച്ചിട്ടുണ്ട്? 10 കിളുത്ത് വന്ന എത്ര വെച്ച്? 13 വെച്ചോ? ഇല്ല, മൊത്തം 40 വെച്ച്. എത്ര വലിപ്പത്തിൽ വെച്ചു? വിശദമായ അന്വേഷണം നടത്തുമെന്ന് വനമന്ത്രി AK ശശീന്ദ്രൻ പ്രതികരിച്ചു. വാർത്ത ശ്രദ്ധയിൽപ്പെട്ടു. അതിന്റെ അടിസ്ഥാനത്തിൽ അവിടെ എന്താണ് സംഭവിച്ചത്, അതിന്റെ വിശദാംശങ്ങൾ എന്താണ്, എത്ര കാലമായി അത് തുടങ്ങിയിട്ട്, അങ്ങനെ ഉണ്ടെങ്കിൽ അത് സംബന്ധിച്ച് പൂർണ്ണ വിവരം തയ്യാറാക്കി നൽകുവാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വസ്തുതകൾ പരിശോധിച്ച് വസ്തുനിഷ്ഠമായ ഒരു പരിശോധനയ്ക്ക് ശേഷം കുറ്റം ചെയ്തിട്ടുണ്ടെന്ന് കണ്ടാൽ കുറ്റവാളിക്കെതിരെ കർശനമായ നടപടികൾ സ്വീകരിക്കാനാണ് ഇപ്പോൾ ആലോചിക്കുന്നത്. ശ്രീകുമാറിന്റെ വിവരങ്ങളുമായി പത്തനംതിട്ടയിൽ നിന്നും. ശ്രീത്ത്, ഈ റാന്നി പ്ലാച്ചേരി ഫോറസ്റ്റ് സ്റ്റേഷനിലാണ് ഈ സംഭവം ഉണ്ടായത്. ഇപ്പോൾ ഈ ഗ്രോ ബാഗിൽ നട്ടുവളർത്തിയ ഈ കഞ്ചാവ് ചെടികൾ പിടിച്ചെടുത്തു പോലീസ് എന്ന് പറയുന്നു. നമ്മൾ നൽകിയ വാർത്തയെ തുടർന്നാണ് ആ പരിശോധന അവിടെ ഉണ്ടായതും. ഇപ്പോൾ എന്താണ്, എത്ര ചെടികളുണ്ട് എന്നാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് അവിടെ? തീർച്ചയായും ആ ചെടിയുടെ ദൃശ്യങ്ങളാണ് പോലീസ് ഇപ്പോൾ മണിമല CI ജയപ്രസാദ് നേതൃത്വത്തിൽ നാട്ടുകാർ ഇവിടേക്ക് ഇരച്ചു കയറുകയായിരുന്നു. അതിനുശേഷമാണ് ഈ നാട്ടുകാർ തന്നെയാണ് ഈ ഒരു ചെടി കണ്ടെത്തിയിരിക്കുന്നത്. അതിനുശേഷം പോലീസിന് കൈമാറുകയായിരുന്നു. പോലീസ് ഇപ്പോൾ ആ ചെടി പിടിച്ചെടുത്തിരിക്കുകയാണ്. ആ ചെടിയുടെ കഞ്ചാവ് ചെടിയുടെ ദൃശ്യങ്ങളാണ് എക്സ്ക്ലൂസീവായി നമ്മളിപ്പോൾ പ്രേക്ഷകരുമായി പങ്കിടുന്നത്. രാവിലെ നമ്മൾ ഈ വാർത്ത നൽകുമ്പോൾ ആ റിപ്പോർട്ടും കുറച്ച് ചിത്രങ്ങളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇപ്പോൾ ഇതാ ഇവിടുത്തെ നാട്ടുകാരും അതുപോലെ തന്നെ പോലീസുകാരും ഒരുപോലെ ഇടപെട്ടുകൊണ്ട് ആ ഒരു കഞ്ചാവ് ചെടി ഇതിനകത്ത് നിന്ന് പിടിച്ചെടുത്തു. പോലീസിന്റെ ഒരു ഇടപെടൽ നമുക്ക് പറയാതിരിക്കാൻ കഴിയില്ല. പോലീസ് CI വന്നതോടുകൂടിയാണ് മറ്റു തരത്തിലേക്ക് നാട്ടുകാർ ഈ ഒരു വിഷയത്തിലേക്ക് ഇടപെടുന്നത്. നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സംശയം തോന്നിയിരുന്നു? ഈ മേഖലയിൽ വല്ലയിടത്തും സംശയം തോന്നിയിട്ടില്ല. ഇതിന്റെ പ്രാന്തപ്രദേശങ്ങൾ കാണാൻ സാധ്യതയുണ്ട്. ഇവിടെ പ്ലായി നടുക്കേക്കെല്ലാം ആ ഭാഗങ്ങളൊക്കെ വെക്കാൻ സാധ്യതയുണ്ട്. ഇല്ലെങ്കിൽ ഇവിടെ മാത്രമായിട്ട് വെക്കുകയല്ലോ. ഇതൊരു പരീക്ഷണാർത്ഥമായിരിക്കാം വെച്ചിരിക്കുന്നത്. തീർച്ചയായും അങ്ങനെ ഒരു കാര്യമാണ് അവർ പറയുന്നത്. അതായത് എക്സൈസിന്റെ സംഘം ഇവിടെ വന്ന് രാവിലെ മുതൽ പരിശോധിച്ചു. പക്ഷേ കാര്യമായൊന്നും അവർക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല. എക്സൈസിന് ഇന്റലിജൻസ് അവരും അത്തരത്തിലൊരു പരിശോധന ഈ മേഖലയിൽ നടത്തി, വിവരശേഖരണം നടത്തി തിരിച്ചുപോയി. പക്ഷേ അതിനുശേഷമാണ് ഇവിടെ നാട്ടുകാർ ഒന്നടങ്കം ഇടപെട്ടത്. അവർ വലിയ തോതിലേക്ക് ഇങ്ങോട്ട് ഇരച്ചു കയറുകയായിരുന്നു. നാട്ടുകാരുടെ നേതൃത്വത്തിലുള്ള ആ ഒരു ടീം മൊത്തത്തിൽ ഇരച്ചു കയറി ഈ മേഖലയിലേക്ക്. തൊട്ടപ്പുറത്ത് നമ്മൾ ആ ദൃശ്യങ്ങൾ കാണുന്നത് ആ കെട്ടിടത്തിന് പുറകിൽ നിന്നാണ് ഇത്തരത്തിൽ ഗ്രോ ബാഗിൽ നട്ടുവളർത്തിയ ഇത്തരത്തിൽ ഇത് കണ്ടെത്തിയിരിക്കുന്നത്, കഞ്ചാവ് ചെടി കണ്ടെത്തിയിരിക്കുന്നത്. ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള പ്രതിഷേധം ഇവിടെ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. വലിയ പ്രതിഷേധം അവർ ഇവിടെ നടത്തിയിരുന്നു. അതിനുശേഷമാണ് പോലീസിന്റെ ഒരു ഇടപെടൽ നമുക്ക് പറയാതിരിക്കാൻ കഴിയില്ല. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഇതാ വലിയ തോതിലൊരു പ്രതിഷേധം. അവരിപ്പോൾ കഞ്ചാവ് ചെടി കണ്ടെത്തിയിട്ടുണ്ട്. ഇതിനു മുമ്പ് ഒരു പുകമറ മാത്രമായിരുന്നു, ആരോപണം മാത്രമായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ ഇപ്പോൾ ഇതാ ഗ്രോ ബാഗിൽ നട്ടുപിടിപ്പിച്ച കേസെടുത്തോ? ഇതിനകത്ത് ഇപ്പോൾ കഞ്ചാവ് ചെടി ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഒരു വീഡിയോയുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹം പറഞ്ഞ കാര്യം ഞാൻ പറയാം. അദ്ദേഹത്തെ ചുമതലപ്പെടുത്തി അന്വേഷിക്കാൻ FIR ഇട്ട് കേസെടുക്കുന്നു അദ്ദേഹം പറഞ്ഞു. ഞങ്ങളുടെ ആവശ്യം ചാനലുകാരോട്, നിങ്ങൾ മീഡിയ സുഹൃത്തുക്കളോട് പറയണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം. അദ്ദേഹം മാറി നിൽക്കുന്ന ഒരു ഉദ്യോഗസ്ഥനോണ്ടായിരിക്കും. അദ്ദേഹം ഇപ്പം ഞങ്ങളോട് പറഞ്ഞ് അഷ്വർ ചെയ്ത് ഉറപ്പ് തന്നത്. ഒരു മിനിറ്റ്, ഇവിടെ അദ്ദേഹം പറയുന്നത് അദ്ദേഹം അങ്ങനെയാണല്ലോ പറഞ്ഞത്. അദ്ദേഹത്തിനെ ചുമതലപ്പെടുത്തി FIR ഇട്ട് കേസെടുക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. അങ്ങനെ കേസ് എടുക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് വിട്ടുപോയതിന് പ്രശ്നമില്ല. ഞങ്ങൾ ഇവിടെ തല്ലിപ്പൊളിക്കാനും പ്രശ്നം ഉണ്ടാക്കാനും വന്നവരല്ല. നമ്മുടെ ഒരു സംശയം, ഒരു സർക്കാർ ഓഫീസിലാണ് അല്ലെങ്കിൽ ഒരു വനം വകുപ്പിന്റെ ഓഫീസിലാണ് ഇത്തരത്തിൽ ഒരു കഞ്ചാവ് ചെടി നട്ടു. ഒരെണ്ണം 40 ഉണ്ടെന്ന് പറയുന്നത്, ഒരെണ്ണം മാത്രമാണ് കണ്ടത്. ഇവിടെ മാത്രമാകാൻ ഞാൻ പറഞ്ഞു കേൾക്കും, ഇത് ഇവിടെ മാത്രമാകാൻ സാധ്യതയുണ്ടോ? അതെ, അതായത് ഇപ്പൊ നിങ്ങൾ കണ്ടു, നിങ്ങൾ നേരിട്ട് കണ്ടതാണ്. ആ തെളിവ് കിട്ടി. അത് നശിപ്പിക്കാൻ ഇവിടെ ആളുണ്ട്. എത്ര നേരം കഴിഞ്ഞിട്ടാ ചേട്ടാ തെളിവ് കിട്ടിയത്? 19-ാം തീയതിയോ മറ്റോ റിപ്പോർട്ട് ചെയ്തതാണ്. ഇവിടുത്തെ റിപ്പോർട്ട് ചെയ്തു. ഇന്ന് 24-ാം തീയതിയായി. 4-5 ദിവസമായി. ഡിപ്പാർട്ട്മെന്റ് തലത്തിൽ യാതൊരു അനക്കവുമില്ല. ഇത്ര ഇഷ്യൂ ഉണ്ടായിട്ട് ഇവിടുത്തെ DFO അടക്കം ഏതെങ്കിലും ഉദ്യോഗസ്ഥനോട് വന്നില്ലല്ലോ. പോലും വന്നില്ലല്ലോ. ഇവിടെ ആകെ മണിമല CI മാത്രമേ ഉള്ളൂ. ഇവിടെ ഈ ഇഷ്യൂ ഉണ്ടാക്കി യൂത്ത് കോൺഗ്രസ് ഇടപെട്ടതിന് ശേഷമാണ്, ഈ പ്രസ്ഥാനം യൂത്ത് കോൺഗ്രസ് ഇവിടെ വന്ന് പ്രശ്നം ഉണ്ടാക്കിയതിന് ശേഷമാണ് നിങ്ങൾ മീഡിയാസ് ആയാലും ഇത്രയും മീഡിയ നേരത്തെ വന്നു. നിങ്ങളെ അഭിനന്ദിക്കുന്നു. തീർച്ചയായും ഇത് പുറത്തു കൊണ്ടുവന്നതിന് അഭിനന്ദിക്കുന്നു. പക്ഷേ നമ്മളെ ഒറ്റ ആവശ്യം, ഇവിടെ
നിഷ്പക്ഷമായ അന്വേഷണം നടത്തണം. ഈ ഉദ്യോഗസ്ഥന്മാരെ കൂട്ടത്തോടെ സ്ഥലം മാറ്റണം. മറ്റ് മാതൃകാപരമായ ശിക്ഷാ നടപടികൾ സ്വീകരിക്കണം. അതെ, അന്വേഷണം നടത്തണം കൃത്യമെന്നാണ് യൂത്ത് കോൺഗ്രസിന്റെ ഒരു ആവശ്യം അവർ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും വലിയ പ്രതിഷേധം യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നു. അവർ പ്രധാനമായും ഉന്നയിക്കുന്ന ചോദ്യം ന്യായമാണ്. ഒരു DFO ഇവിടെയുണ്ട്. അദ്ദേഹം എന്തുകൊണ്ട് ഇത്ര ഗുരുതരമായ ആക്ഷേപം ഉയർന്നു വന്നിട്ട് പോലും ഈ പ്രദേശത്തേക്ക് ഇതൊരു ഫോറസ്റ്റ് സ്റ്റേഷനാണ്, പ്ലാച്ചേരി ഫോറസ്റ്റ് സ്റ്റേഷനാണ്, ഈ ഫോറസ്റ്റ് സ്റ്റേഷനിലേക്ക് എന്തുകൊണ്ട് DFO അടക്കമുള്ള ആളുകൾ കടന്നു വരുന്നില്ല? നമ്മൾ ഈ വാർത്ത കൊടുത്ത് രാവിലെ 8:30 മണിയോടുകൂടി നമ്മൾ ഈ വാർത്ത ഓണർ നൽകുന്നു. അതിനുശേഷം ഉടൻ തന്നെ ഇടപെടുന്നത് എക്സൈസ് സംഘമാണ്. അവരെ അഭിനന്ദിക്കാതെ തരമില്ല. എക്സൈസ് എന്തായാലും അതിൽ വകുപ്പ് അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. നടപടി ഉണ്ടാകുമെന്നാണ് വനമന്ത്രി AK ശശീന്ദ്രൻ പറഞ്ഞത്. 24 ശ്രീകുമാരൻ കൊണ്ടുവന്ന വാർത്തയാണ്. അതിലാണ് ഇപ്പോൾ ഒരു നടപടിയും ഇടപെടലും ഉണ്ടായിരിക്കുന്നത്. തിരികെ വാർത്തകളിലേക്ക്. ഇനി ലോക്സഭാ തെരഞ്ഞെടുപ്പ് ശേഷങ്ങൾ. ICL FinCorp 24 ഇലക്ഷൻ സമർപ്പിക്കുന്നത് ICL FinCorp, the intelligent choice. Powered by Asset, responsibly yours. In association with Durashine Roof and Wall Sheets, ഒരു Tata BlueScope സ്റ്റീൽ ഉൽപ്പന്നം. ഇപ്പോൾ ലഭിക്കുന്ന വാർത്തയിലേക്ക്. വ്യോമസേന മുൻ മേധാവി RKS ഭദൌരിയ BJPയിൽ ചേർന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായാണ് അംഗത്വം എടുത്തത്. ബൽറാം നെടുങ്ങാടി നൽകും ഡൽഹിയിൽ നിന്നും വിവരങ്ങൾ. ബൽറാം, വിശദാംശങ്ങൾ. പ്രജിൻ, വ്യോമസേനയുടെ മുൻ മേധാവി RKS ഭദൌരിയ അല്പസമയം മുമ്പാണ് BJP ദേശീയ ആസ്ഥാനത്തെത്തി BJPയുടെ അംഗത്വം സ്വീകരിച്ചത്. ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടുത്തു വരുന്ന പശ്ചാത്തലത്തിലാണ് അദ്ദേഹം ഇത്തരത്തിൽ പാർട്ടി അംഗത്വം സ്വീകരിച്ചിരിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രവർത്തനങ്ങളിൽ ആകൃഷ്ടനായാണ് താൻ പാർട്ടിയിലേക്ക് BJPയിലേക്ക് എത്തുന്നത് എന്നാണ് അദ്ദേഹം പ്രതികരിച്ചിരിക്കുന്നത്. അദ്ദേഹത്തോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കാൻ കഴിഞ്ഞത് വലിയ സൗഭാഗ്യമായി കരുതുന്നു എന്നും ഭദൌരിയ പറഞ്ഞു. നേരത്തെ ഈ റഫാൽ ഇടപാടുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷം വിമർശനം ഉന്നയിച്ചപ്പോൾ സർക്കാരിനെ ന്യായീകരിച്ച് രംഗത്തെത്തിയ ഉദ്യോഗസ്ഥനാണ് RKS ഭദൌരിയ. ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങൾ നൽകിയത്. ഇനി ഇപ്പോഴത്തെ കാലാവസ്ഥ. ഇപ്പോഴത്തെ കാലാവസ്ഥ സമർപ്പിക്കുന്നത് ബർജർ പെയിന്റ്സ് 100 years of trust. ഇതോടെ ഇന്ന് സംഭവിച്ചത് പൂർത്തിയാവുന്നു.